ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിപ്പോൾ കാണുന്നത്. അവിടെ താലൂക്ക് ആശുപത്രിയിൽ നിന്നും സ്കൂളിലേക്കുള്ള യാത്രയ്ക്കായി ആംബുലൻസ് ഒരുക്കിയിട്ടുണ്ട്. ഈ ആംബുലൻസിലേക്കാണ് മൃതദേഹം വയ്ക്കുക. അവിടെ നിന്നൊരു വിലാപയാത്രയ്ക്ക് സമാനമായ ഒരു യാത്രയാണ് താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്നും സ്കൂൾ വരെ. MLA കോവൂർ കുഞ്ഞിമോൻ അടക്കമുള്ള പ്രമുഖരും ബന്ധുക്കളും നാട്ടുകാരുമൊക്കെ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് മിഥുൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങാൻ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കൃത്യം 10 മണിയോടുകൂടി മൃതദേഹം ഏറ്റുവാങ്ങി ഈ തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലേക്ക് കൊണ്ടുപോകും. ഷൈജു ഉണ്ട്. ഷൈജു, കൃത്യം 10 മണിക്ക് തന്നെയാണോ അതോ അതിന് മുമ്പുണ്ടാവുമോ? സൈഫുദ്ദീൻ, കൃത്യം 10 മണിക്ക് തന്നെ ആംബുലൻസ് ഇവിടെ നിന്ന് പുറപ്പെടുക എന്ന ഒരു രീതിയാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണം, കാരണം 9:50 ആയപ്പോൾ തന്നെ ആംബുലൻസ് കൃത്യമായി മോർച്ചറിക്ക് മുന്നിലേക്ക് എത്തി. ഈ ആംബുലൻസ് തന്നെ വലിയ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുഷ്പാലങ്കൃതമാണ്. മിഥുനെയും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് പോവുക. പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഫ്രീസർ സൗകര്യം ഈ ആംബുലൻസിൽ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഫ്രീസർ അതുപോലെ തന്നെ പൊതുദർശനത്തിനായി കൊണ്ടുവെക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് എന്ന കാര്യം നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും. അതോടൊപ്പം അത്തരത്തിലുള്ളൊരു ക്രമീകരണമാണ് അത് നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഈ മൃതദേഹം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടവർ മോർച്ചറിക്ക് അകത്തേക്ക് പോയിട്ടുണ്ട്. അല്പസമയത്തിനകം സ്ട്രക്ചറിൽ മിഥുൻ്റെ ചേതനയേറ്റ ശരീരം ആംബുലൻസിനകത്തേക്ക് കൊണ്ടുവരും. ആംബുലൻസിനകത്ത് സജ്ജീകരിച്ചിട്ടുള്ള ഫ്രീസറിലാണ്, ഫ്രീസർ സൗകര്യത്തോടു കൂടിയാണ് ഈ ആംബുലൻസ് ഇവിടെ എത്തിയിട്ടുള്ളത്. കോവൂർ കുഞ്ഞുമോൻ MLA അടക്കമുള്ള ആളുകളാണ് ഈ മൃതദേഹം ഏറ്റുവാങ്ങി ആംബുലൻസിലേക്ക് കൊണ്ടുപോകുക. പുഷ്പാലങ്കൃതമായ ആംബുലൻസാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. അതിൽ മിഥുൻ്റെ ചിത്രം പതിച്ച ഫ്രീസർ, അതോടൊപ്പം തന്നെ മിഥുന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള ചിത്രങ്ങളൊക്കെ ഈ ആംബുലൻസിലും ചെയ്തിട്ടുണ്ട്. ആ അർത്ഥത്തിലുള്ള ക്രമീകരണങ്ങളാണ്. നേരത്തെ തന്നെ ഇത്തരം കാര്യങ്ങൾ സജ്ജീകരിച്ച് വേഗത്തിൽ തന്നെ കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതിനാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃത്യം 10 മണിക്ക് തന്നെ ആശുപത്രി കോമ്പൗണ്ടിൽ നിന്നും ഈ ആംബുലൻസ് പുറപ്പെടും എന്ന കാര്യം നമുക്കിപ്പോൾ ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഇപ്പോൾ 9:52 ആയിട്ടുണ്ട്. ഈ മോർച്ചറിക്കകത്ത് നിന്ന് മൃതദേഹം സ്ട്രക്ചറിൽ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ട് സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടവർ അകത്തേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ മോർച്ചറിയുടെ വാതിൽ അടച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തുറന്ന് മിഥുൻ്റെ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരും. ആംബുലൻസിനകത്ത് സജ്ജീകരിച്ചിട്ടുള്ള ഈ ഫ്രീസറിനകത്തേക്ക് വെക്കും. അവിടെ നിന്ന് പ്രധാനപ്പെട്ട ആളുകൾ ഈ ആംബുലൻസിനകത്തേക്ക് പ്രവേശിക്കും. പോലീസ് സൗകര്യം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ ഇവിടെ നിന്ന് ശാസ്താംകോട്ടയിൽ നിന്നും ആഞ്ഞിലിമൂട് വഴി നേരെ തേവലക്കരയിലേക്കാണ് പോവുക. അവിടെ നിന്ന് ആഞ്ഞിലിമൂട്, കാരാളിമുക്ക്, തേവലക്കര, ഇങ്ങനെയാണ് റൂട്ട് ക്രമീകരിച്ചിട്ടുള്ളത്. ആ റൂട്ടിലൂടെ അവിടേക്ക് എത്തും. സ്കൂളിലേക്ക് എത്തിയാൽ സ്കൂൾ അധികൃതരും മിഥുൻ്റെ അധ്യാപകരും ഒക്കെ ചേർന്നാണ് അവിടെ സ്വീകരിക്കുക. ഈ മൃതദേഹം ഏറ്റുവാങ്ങി പൊതുദർശനത്തിന് അവിടെ വെക്കും. ഏതാണ്ട് ഒരു 10:11 മണിയോടുകൂടി തന്നെ പൊതുദർശനം ആരംഭിക്കും. കാരണം അധിക ദൂരം ശാസ്താംകോട്ട ആശുപത്രിയിൽ നിന്നും തേവലക്കര സ്കൂളിലേക്കില്ല. പക്ഷേ ഈ മൃതദേഹം ഒരു വിലാപയാത്രയ്ക്ക് സമാനത സൃഷ്ടിക്കും എന്ന പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്വാഭാവികമായ ഈ വേഗക്കുറവ് അതിലുണ്ടാകും. ആ വേഗക്കുറവ് കണക്കിലെടുക്കുമ്പോൾ ഏതാണ്ട് 10:30-ക്ക് ശേഷം തന്നെ ഈ സ്കൂളിലേക്ക് എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ തിരക്കുള്ള റോഡൊന്നുമല്ല, പക്ഷേ ഈ വേഗത കുറവ് പരിഗണിക്കുന്നതുകൊണ്ടാണ് ആ സമയം നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ അവിടെ എത്തിച്ച് പൊതുദർശനം ആരംഭിക്കാനാണ്. പരമാവധി സമയം സ്കൂളിൽ പൊതുദർശനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം 12 മണി വരെ പൊതുദർശനം എന്ന് പറയുമ്പോഴും വീട്ടിൽ കാര്യമായ സൗകര്യം ഇല്ലാത്തതുകൂടി പരിഗണിച്ചും വീട്ടിൽ അമ്മ എത്തുമ്പോഴുണ്ടാകുന്ന വൈകാരികമായ സന്ദർഭങ്ങളും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ പൊതുദർശനം പരമാവധി സമയം സ്കൂളിൽ തുടരാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതനുസരിച്ചായിരിക്കും. കാരണം 1:30-ക്ക് ശേഷം എത്തും. കാരണം റോഡിൽ ഉള്ള ഈ മിഥുൻ്റെ അമ്മ കടന്നു വരുന്ന, മിഥുൻ്റെ സഹോദരൻ, അമ്മയും ബന്ധുക്കളുമൊക്കെ കടന്നു വരുന്ന വഴിയിൽ ട്രാഫിക്കിൻ്റെ തിരക്കുകൾ പരിഹരിച്ചു കൊടുക്കുന്നതിന് പോലീസും ട്രാഫിക് വകുപ്പും ഒക്കെയായി ചേർന്നുകൊണ്ട് വലിയ സഹകരണം ഉറപ്പുവരുത്തി വേഗത്തിൽ സുജയെ വീട്ടിലെത്തിക്കാനുള്ള ഒരു ശ്രമം പോലീസിൻ്റെയും അധികൃതരുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ ദേശീയ
ദേശീയപാത വഴി ആണ് വരിക. അത് നേരെ എറണാകുളത്ത് നിന്നും ആലപ്പുഴ കൊല്ലം റോഡിലേക്ക് കയറി നേരെ തേവലക്കരയിലേക്കായിരിക്കും വരിക. ഒരു പക്ഷേ ചവറയിലെത്തി ദേശീയപാതയിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് തേവലക്കര ഭാഗത്തേക്കോ അല്ലെങ്കിൽ ദേശീയപാതയിൽ കുറ്റിവട്ടത്ത് നിന്നകത്തേക്കോ ആയിരിക്കാം വരിക. അത് പോലീസാണ് തീരുമാനിക്കുന്നത്. ട്രാഫിക് പരിഹരിച്ചുകൊണ്ടുള്ള ഒരു ഗതാഗത ക്രമീകരണം അതനുസരിച്ച് വേഗത്തിൽ വീട്ടിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. വീടും സ്കൂളും തമ്മിൽ ഏതാണ്ട് 4-5 കിലോമീറ്ററിൻ്റെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ വീട്ടിലേക്ക് അമ്മയെ എത്തിക്കുക. അമ്മയെ എത്തിച്ച് സമാധാനപ്പെടുത്തുമ്പോഴേക്കും മൃതദേഹം വീട്ടിലെത്തിക്കുക. അവിടെ അല്പസമയം പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം കർമ്മങ്ങളിലേക്ക് കടക്കും. കർമ്മങ്ങൾ പൂർത്തിയാക്കി ഏതാണ്ട് 5 മണിയോടുകൂടിയാണ് സംസ്കാരം പൂർത്തിയാവുക. അത് ആ അർത്ഥത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഈ സ്കൂളിലും അതോടൊപ്പം തന്നെ വീട്ടിലും നിരവധി ആളുകൾ എത്തും. മന്ത്രിമാരടക്കമുള്ള ജനപ്രതിനിധികൾ, രാഷ്ട്രീയ സാമുദായിക നേതാക്കന്മാരൊക്കെ തന്നെയും എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ആ അർത്ഥത്തിലുള്ള ക്രമീകരണങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പും അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പും അടക്കം പോലീസിൻ്റെയും വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെയും ഒക്കെ സംയുക്ത സഹകരണം പല ഘട്ടങ്ങളിലും